ഇപ്പോഴത്തെ രാഷ്ട്രീയം അധികാര രാഷ്ട്രീയമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടതെന്ന് തുണ്ടത്തിൽ ഏജൻസീസ് ഉടമ രാജു തുണ്ടത്തിൽ. ആര് തെരഞ്ഞെടുക്കപ്പെട്ടാലും കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പണ്ടത്തെ രാഷ്ട്രീയ പ്രവർത്തനം ഒരു പാർട്ടിയിൽ തന്നെ നിന്നു ആ പാർട്ടിയിൽ തന്നെയാണ് ഉടനീളം പോകുന്നത്. എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം തികച്ചും വ്യത്യസ്തമായിട്ടാണ്. പിന്നെ ഇപ്പോഴത്തെ മൊത്തത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടി ഒന്ന് പറയാമോ? ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് വരികയാണ്. ആരുടെ കൂട്ടുകൂടിയിട്ടായാലും ഏതൊക്കെ രീതിയിലായാലും നമുക്ക് അധികാരത്തിൽ വരണമെന്നുള്ള ഒരു ചിന്ത ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വരികയാണ്. അത് തെറ്റാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന നല്ല സംഹിത, നല്ല ഒരു ഭരണം അല്ലെങ്കിൽ നല്ല ഒരു രീതി മുന്നോട്ട് വരാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുക എന്ന ലക്ഷ്യമായിരിക്കണം അവർക്കുണ്ടായിരിക്കേണ്ടത്. ചിലപ്പോൾ അധികാരമുണ്ടാവാം, ചിലപ്പോൾ അധികാരമില്ലായിരിക്കാം. എന്ത് തന്നെയായാലും നല്ല ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനമാണ് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വയ്ക്കേണ്ടത്. നമ്മുടെ പെരുമ്പാവൂർ വളരെ വാശിയേറിയൊരു മത്സരമാണ് നടക്കുന്നത് പെരുമ്പാവൂർ മണ്ഡലത്തിൽ. അതുപോലെ തന്നെ 3 കോൺഗ്രസ് പ്രവർത്തകർ, പക്ഷേ മത്സരിക്കുന്നത് 3 വ്യത്യസ്ത പാർട്ടികളിലായിട്ട്. അതിനെക്കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അത് ആദ്യമേ തന്നെ ഞാൻ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേടുന്നു. ആര് ജയിച്ചാലും അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. ഇപ്പോൾ പെരുമ്പാവൂർ മാത്രമല്ല മറ്റ് ഏരിയകളിലെല്ലാം തന്നെ ഒരു പാർട്ടിയിൽ നിന്ന് പെട്ടെന്നൊരു സ്ഥാനത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് അടുത്ത ഒരു മത്സര രംഗത്തേക്ക് വരുന്ന ഒരു രീതി പല രംഗത്തും കാണുകയാണ്. അത് ഒരിക്കലും എനിക്ക് മനസ്സുകൊണ്ട് അധികം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ വരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടികളിലായോ ആ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വ്യക്തിപരമായി മാറി നിൽക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു അധികാരത്തിന് വേണ്ടി എന്നുള്ളൊരു തോന്നലിൽ മാത്രം വീണ്ടും മത്സര രംഗത്തേക്ക് വരുന്ന പല സ്ഥാനാർത്ഥികൾ, ആരും പേര് ഇവിടെ മാത്രം പെരുമ്പാവൂർ മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ട്. ആരുടെയും പേരെടുത്ത് പറയുന്നത് ശരിയല്ല. അപ്പോൾ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾക്ക് വ്യക്തിപരമായി ഒരു പാർട്ടിയിൽ നിന്ന് അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. ഞാൻ എൻ്റെ പഠനകാലത്ത് ശരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും ഒത്തിരിയേറെ നല്ല പ്രവർത്തനം കാഴ്ചവയ്ക്കുകയും എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ ഞാൻ ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് തന്നെ മാറി നിൽക്കുകയും ചെയ്ത ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അത് വീണ്ടും എനിക്ക് പല അധികാരങ്ങളും കാര്യങ്ങളും എല്ലാം തരാമെന്ന് പറഞ്ഞെങ്കിലും എനിക്കതിനോട് വിയോജിപ്പാണ്. കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ആദർശം അവിടെ നടപ്പാക്കുവാൻ എനിക്ക് സാധ്യമല്ല എന്നെനിക്ക് തോന്നുമ്പോൾ അത് അവിടെ നിന്ന് ഞാൻ ആ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരു രീതിയാണ് എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ടായിട്ടുള്ളത്. ഇപ്പോഴത്തെ രാഷ്ട്രീയം അധികാര രാഷ്ട്രീയമാണ്. അതായത് നമുക്ക് അധികാരമില്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരിലും ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പെരുമ്പാവൂർ മത്സരിക്കുന്ന 3 പേരും കരുത്തരായ മത്സരാർത്ഥികളാണ്. അതിൽ ആര് വിജയിക്കുമെന്നാണ് പ്രതീക്ഷ? എന്നെ സംബന്ധിച്ച് അതായത് എല്ലാവരും എനിക്ക് തുല്യരാണ്. ആര് വിജയിക്കും പരാജയപ്പെടുമെന്നുള്ളത് ഞാൻ മുന്നേ പറയുന്നത് ശരിയല്ല. കാരണം എല്ലാവരും മാറ്റുരച്ച് ജനങ്ങളുടെ ഹൃദയങ്ങൾ കീഴടക്കുന്ന, ജനങ്ങൾ നല്ലവരെന്ന് തോന്നുന്നവരാരോ അവർക്ക് വോട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഒരാൾക്കും ഇന്ന ആൾ ജയിക്കുമെന്ന് ഞാനൊരു മുൻകൂട്ടി പറയുമ്പോൾ അത് അവർക്ക് കൊടുക്കുന്ന ഒരു കോംപ്ലിമെൻ്റ് ആവും. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന മനോജ് മുത്തേടനും ജിബി ബാത്തിക്കലും പോളും എല്ലാവരും എന്നെ സംബന്ധിച്ച് തുല്യരാണ്. അവരെല്ലാവർക്കും വിജയസാധ്യത ഞാൻ കാണുന്നു. എല്ലാവരും അവരുടെ ബാക്കിയുള്ളത് എന്നെപ്പോലെയുള്ള മറ്റ് ജനങ്ങൾ വിലയിരുത്തട്ടെ. അവർ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള പ്രയോജനമുണ്ടാക്കും എന്ന് നമ്മൾ കണ്ടറിഞ്ഞ് ആ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളുകളും ഇന്ന് വരെയും അധികാരത്തിൽ വന്നിട്ടില്ല. കാരണം നമ്മൾ രാഷ്ട്രീയക്കാരായാലും മതത്തിൽ പ്രവർത്തിക്കുന്നവരായാലും എല്ലാവർക്കും അതായത് കൂടിൽ തൊട്ട് കൊട്ടാരം വരെ നമുക്കെല്ലാവരും എല്ലാത്തിനും ഭക്ഷണം വേണം. പക്ഷേ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന രംഗത്ത് ഇന്ന് കർഷകൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടിലാണ്. നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കയറ്റം വരുമ്പോൾ കർഷകൻ ഇന്ന് ഇപ്പോൾ കുരുമുളകിന് 200 രൂപ കുറഞ്ഞിരിക്കുന്നു. അതുപോലെ വാഴക്കൊല 40 രൂപ ഉണ്ടായിരുന്നു, വാഴക്കൊല 20 രൂപയിലേക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെ കർഷകൻ്റെ ഭയങ്കരമായ ബുദ്ധിമുട്ടിൽ അവൻ്റെ കണ്ണുനീര് മണ്ണിൽ വീഴുകയാണ്. ഭക്ഷണം കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. അപ്പം
ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭാരതത്തിൻ്റെ നട്ടെല്ല് കർഷകനാണെന്ന്. ഇന്ന് നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളും അത് വിസ്മരിച്ചിരിക്കുന്നു. കർഷക പ്രാധാന്യമുള്ള ഒരു ബഡ്ജറ്റിലേക്ക് ആര് തിരഞ്ഞെടുക്കപ്പെട്ടാലും അവർ ഊന്നൽ കൊടുക്കണമെന്ന് എളിയ അഭ്യർത്ഥന കൂടെ എനിക്കുണ്ട്. രാജേട്ടൻ ഇപ്പോൾ കാർഷിക രംഗത്തൊക്കെ സജീവമായതുകൊണ്ടാണ് ഇപ്പം കർഷകർക്ക് കൂടുതൽ മുൻതൂക്കം നൽകണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ഞാൻ ഭാവിയെ കണ്ടിട്ടാണ് പറയുന്നത്. നേരത്തെ ഓരോ വീടിനും പത്തായങ്ങളുണ്ടായിരുന്നു. ഓരോ നമ്മുടെ സംസ്ഥാനത്ത് ധാന്യപ്പുരകളുണ്ടായിരുന്നു, പണ്ടികശാലകളായിരുന്നു. ഇന്ന് ആയുധപ്പുരകളാണ് കൂടുതൽ. നമുക്ക് ഇന്ന് പെട്ടെന്നൊരു ക്ഷാമം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള സ്റ്റോറേജ് നമ്മുടെ ഈ ഗോഡൗണുകൾക്കുണ്ടോ എന്ന് നമ്മൾ നിരീക്ഷിക്കണം. വീട്ടിലെല്ലാം ഒരു വർഷത്തേക്കുള്ള ധാന്യങ്ങൾ ശേഖരിക്കുന്ന പത്തായങ്ങളുണ്ടായിരുന്നു. ഇന്നത് ഫ്രിഡ്ജുകളായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച മാത്രമാണ് നമുക്ക് ആഹാരം ശേഖരിച്ച് വയ്ക്കാൻ പറ്റുള്ളൂ. അതുപോലെയുള്ള, അതായത് നമ്മൾ ആരോഗ്യപരമല്ലാത്ത ഒരു സംസ്കാരത്തിലേക്ക് നാട് നടന്നു നീങ്ങുന്നു. അത് ഒരു മുൻകൂർ കണ്ടിട്ടാണ് ഇത് പറയുന്നത്. അല്ലാതെ ഞാൻ കൃഷിയെ സ്നേഹിക്കാൻ തന്നെ കാരണം ഈ രാജ്യത്തുള്ള ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ആഹാരം വേണം. ഇത് ആരുൽപ്പാദിപ്പിക്കും, എങ്ങനെ ഉണ്ടാവും? അവരെ നിലനിർത്തേണ്ടത് എൻ്റെ മാത്രമല്ല, ഈ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ രാജ്യത്തോ ലോകത്തുള്ള ഓരോ ആളുകളുടെയും കടമയാണ്. ഒരു പാർട്ടിയിൽപ്പെട്ട ആളുകൾ ജയിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയിലുള്ള ആളുകൾക്ക് മാത്രം ഒത്തിരിയേറെ സേവനങ്ങൾ കൂടുതലായി ചെയ്തു കൊടുക്കുന്ന രീതി വരികയാണ്. അത് തെറ്റാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, ജയിച്ചു വന്നാൽ ആ ആൾ എല്ലാവരുടെയും MLA ആണ്. നമ്മളിന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ അത് ഒരു പാർട്ടിയുടെ തന്നെ ആളല്ല, എല്ലാ ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ വിജയം കൈവരിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാം മാറ്റിവെച്ച് എല്ലാ ജനങ്ങളെയും ഒന്നായി കാണാനുള്ള ഒരു വലിയ മനസ്സ് വേണം.